നേരത്തെ കിട്ടിയതിൻ്റെ കണക്കൊക്കെ ഞാൻ പറഞ്ഞു. പിന്നെ ഇവിടെ ഈ ധവളപത്രത്തിൻ്റെ അകത്ത് ഉള്ള ഒരു പോയിന്റിങ് ഉണ്ടല്ലോ എങ്ങോട്ടാണ് എന്നുള്ളത്. ഇപ്പം അവസാനം അദ്ദേഹം പറഞ്ഞു ആകെ കടമാണ് 48,000. അപ്പം ഞാൻ പറഞ്ഞല്ലോ 1.25 ലക്ഷം കോടി ഉണ്ടെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞത് വിഴുങ്ങിയിട്ട് ഇപ്പോൾ 48,000. ആ 48,000-ത്തിനകത്ത് DA യും മരിയേഴ്സും ഒക്കെയാണ് 35,000 കോടി പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ സിവിൽ സപ്ലൈസിന് ഈ 2,800 കോടി ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് നെല്ലിന്റെ കൊടുക്കാനുള്ള പണമാണ് ഒരു ഭാഗം. നെല്ലിന്റെ കൊടുത്തന്നെയാണ്. നെല്ലിന്റെ കിട്ടാനുള്ളത് കേന്ദ്രത്തിൽ നിന്ന് മാത്രം 1,500 കോടി കിട്ടാനുണ്ട്. ഇപ്പോ PM ശ്രീ നമ്മൾ ഒപ്പിട്ടില്ലല്ലോ. PM ശ്രീ ഒപ്പിട്ടാലും ഇല്ലേലും തരണ്ട 1,500 കോടിയിലധികം രൂപ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് കിട്ടേണ്ടതുണ്ട്. PM ശ്രീ ഒപ്പിടണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചു. PM ശ്രീയുടെ കിട്ടിയിട്ടില്ല. അതിന്റെ പണം കിട്ടാനുണ്ട്. UGC ഇന്ത്യയിലെ ഒരൊറ്റ സ്റ്റേറ്റിൽ മാത്രമേ കൊടുത്തുള്ളൂ, ഗുജറാത്തിന് മാത്രമേ കൊടുത്തുള്ളൂ. 1,500 കോടി കിട്ടാനുണ്ട്. അദ്ദേഹം ഇവിടെ കുറെ കണക്കുകൾ പറഞ്ഞു. അദ്ദേഹത്തിന് കിട്ടിയ ഫീഡ്ബാക്ക് ആയിരിക്കും ഇങ്ങനെ പണം ഓരോ സ്ഥലത്തും കിട്ടാനുണ്ട്. ഒരു കണക്ക് കൂടി ഞാൻ പറയാം. 48,000 കോടി എന്നാണല്ലോ അദ്ദേഹം പറയുന്നത്. 2016 ഞങ്ങൾ ഗവൺമെന്റ് ഇറക്കിയ ധവളപത്രമുണ്ട് അന്നത്തെ. അന്ന് 25,000 കോടി രൂപ ഡ്യൂസ് ഉണ്ട്. ഏത് ഗവൺമെന്റിന്റെ സമയത്ത് ഒരു ഡ്യൂസ് വരും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ SC/ST പോലുള്ള വളരെ ടച്ചിങ് ആയുള്ള മേഖലകളെന്ന് പറഞ്ഞു. SC/STയുടെ വന്ന മുഴുവൻ ബില്ലുകളും നമ്മൾ എല്ലാം തീർത്തതാണ്. പക്ഷേ പിന്നീട് മാർച്ച് മാസത്തിലോ ഏപ്രിൽ മാസത്തിലോ വരുന്ന ഏതെങ്കിലും ബില്ലുകൾ വേണം. 300 ചില്ലാനം കോടിയുണ്ട്. പക്ഷേ സ്കോളർഷിപ്പ് ഞങ്ങളുടെ സമയത്ത് തന്നെ UGC SC/ST സ്കോളർഷിപ്പ് കുടിശ്ശിക 4,770 കോടി രൂപ തീർത്തതാണ് ഞങ്ങൾ. എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് കോവിഡ് സമയത്തുണ്ടായിരുന്ന ഉൾപ്പെടെ തീർത്ത 300 ചില്ലാനം കോടി രൂപ പിന്നെ ബില്ല് റൈസ് ചെയ്തു എന്നാണ്. കാരണം പണം അവിടെ ഇല്ലാതില്ല, ഇതുപോലുള്ള കാര്യത്തിന് ഒരു തടസ്സവും ഇല്ല. അപ്പം അത് നമ്മൾ രാഷ്ട്രീയം പറയാം, പക്ഷേ ബേസിക്കായ കാര്യങ്ങളിൽ ഫാക്ട് പറയണം. ഇപ്പം ഞാൻ പറഞ്ഞത് പ്ലാൻ കട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ പണം അവിടെ ഉണ്ട്. ഞങ്ങൾ 20,000 കോടി രൂപ എക്സ്പെക്ട് ചെയ്ത് വെച്ചു എന്നുള്ള സത്യമാണ്. എവിടെയും ഒളിച്ചു വെക്കുന്നില്ല. അത് കള്ളത്തരമല്ല, പിന്നെ തെറ്റായ രീതിയല്ല. റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തരാതിരുന്നത് തെറ്റാണ്, തരുന്നതാണ് എന്നുള്ളതുകൊണ്ടാണ് അത് വെച്ചത്. പിന്നെ കണക്കും അതിനകത്ത് വ്യത്യാസമില്ല. പക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം, മറ്റെല്ലാ കാര്യങ്ങളിലേക്കും ഞാൻ പോകുന്നില്ല, ഇവിടുത്തെ ഏറ്റവും പ്രധാന പ്രശ്നം ഈ ഡോക്യുമെന്റിന്റെ ഒരു ഫോക്കസാണ്. റീസ്ട്രക്ചറിങ്ങിന് വേണ്ടിയിട്ടുള്ള കുറെ കാര്യങ്ങൾ അതിലുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, സർക്കാർ ജീവനക്കാർക്കൊരു വിസ്മയം പറഞ്ഞിട്ടുണ്ട്. അത് പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതായിരിക്കും. 6,000 കോടി രൂപ ഒരു വർഷം കിട്ടുമെന്നുള്ള കണക്കും അതിനകത്തുണ്ട്. എന്തായാലും അവർ തീരുമാനിക്കട്ടെ, അതിനെപ്പറ്റിയൊക്കെയുള്ള അഭിപ്രായങ്ങൾ വരട്ടെ. അതാണ് ഒരു കാര്യം. 6,000 കോടി വെച്ച് ഒരു വർഷം കിട്ടും. അപ്പോൾ ശമ്പള പരിഷ്കരണത്തിൻ്റെയൊക്കെ കമ്മീഷൻ സാധാരണഗതിയിൽ ഇതേ സമയത്തൊക്കെ തന്നെയാണ് വെക്കുന്നത്. ഞങ്ങൾ ശമ്പള പരിഷ്കരണത്തിനകത്ത് ഫിറ്റ്മെന്റ് ഒഴിച്ചുള്ള ബാക്കി എല്ലാ കാര്യവും കൊടുത്തു കഴിഞ്ഞു. പിന്നെ കുറച്ച് കുടിശ്ശിക വരും. ആ കുടിശ്ശികയുടെ കാര്യം നേരത്തെ പറഞ്ഞു. അപ്പോൾ 6,000 കോടി വെച്ച് സേവിങ്സ് വരുമ്പോൾ റിട്ടയർമെന്റ് ഏജിന്റെ കാര്യത്തിനകത്തായിരിക്കും അതൊരു ഡയറക്ഷൻ. രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് PSUs കൃത്യമായി മോണിറ്റൈസ് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്നാണ് ഈ ഡോക്യുമെന്റിൽ നിന്ന് കാണുന്നത്. വിൽക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെയുള്ളത് മതി, കാരണം കൂടുതൽ PSUs ഉണ്ട്. അത് വിറ്റിട്ട് അതിന്റെ പണം മേടിക്കും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 3 മേഖലകളാണ് ഞാനിപ്പോൾ പറയുന്നത്. നിങ്ങളടുത്ത 5 or 6 ഒക്കെ വർഷം കൊണ്ട് കേരളത്തിന്റെ ചരിത്രത്തിൽ നോക്കിക്കോളൂ. ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിക്കാനുള്ള ഡയറക്ഷൻ ഈ രേഖയിലുണ്ട്. ഇലക്ട്രിസിറ്റി മോണിറ്റൈസ് ചെയ്യാനുള്ള ഒരു അതിനകത്ത് കൃത്യമായി എഴുതിയിട്ടുണ്ട്. പ്രൈവറ്റൈസ് ചെയ്യുന്നില്ലെന്ന് എഴുതിയിട്ടുള്ളൂ. ഇലക്ട്രിസിറ്റി മേഖല മോണിറ്റൈസ് ചെയ്യാനുണ്ട്. ഇലക്ട്രിസിറ്റി മേഖല സ്വകാര്യവൽക്കരിച്ചിട്ടുള്ള സ്റ്റേറ്റുകളിലാകെ എന്താണ് ജനങ്ങളുടെ പവർ പർച്ചേസിന്റെ പവറിന്റെ എല്ലാം നിങ്ങൾ നോക്കിയാൽ മതി. അപ്പോൾ 1 പേജൊന്നും ഞാൻ എടുത്ത് പറയുന്നില്ല. 1 അതാ. 2 അദ്ദേഹം വളരെ വാചാലമായിട്ട് വിമാനങ്ങളും സിവിൽ ഏവിയേഷനെ പറ്റി പറഞ്ഞു. നമുക്ക് 2 സ്വകാര്യ വിമാനത്താവളങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞു. കണ്ണൂർ എയർപോർട്ട് നഷ്ടത്തിലാണ്, ലാഭത്തിലാവുന്നതേ ഉള്ളൂ. പുതിയ എയർപോർട്ട് ഇന്ത്യയിലെ നല്ല ലോകത്തെ തന്നെ ഏറ്റവും നല്ല മോഡലാണ് സിയാല് വിറ്റഴിക്കാതിരുന്നാൽ കൊള്ളാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ബാക്കിയൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിനെ ഒരു ഏവിയേഷൻ സെക്ടർ ആക്കുക എന്നുള്ളതാണ്. അപ്പോൾ പവർ, പിന്നെ ഈ പറഞ്ഞ എയർപോർട്ട്, ദെൻ തേർഡ് വൺ ഈസ് പോർട്ട് എക്കണോമി ആക്കുന്നു. വളരെ വളരെ വിശാലമായ കണക്കുകളൊക്കെയാണ്. സഭയിൽ ഞാൻ 2-3 പ്രാവശ്യം വലിയ മറുപടി ഒന്നും പറയാനും ഒരു സംശയം ചോദിക്കാൻ നോക്കി നിന്ന് സമയം കിട്ടിയില്ല. 3ാമത്തെ പോർട്ടാണ്. പോർട്ട് വിഴിഞ്ഞം വന്നു. ഈ കേരളത്തിൽ ഇവർ പറഞ്ഞല്ലോ ഞങ്ങൾ വലിയ കടമാക്കിന്ന്. കടമാക്കി അധികമായിട്ടുള്ള ആ കടത്തിന്റെ കണക്കൊന്നും ഞാൻ പറയുന്നില്ല. കേരളത്തിൽ ഈ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നു 33.6 ആണ് ഞങ്ങളുടെ
GSDPയും ബോറോയിങ്ങും തമ്മിലുള്ള കമ്പാരിസൺ. അതൊരു ഘട്ടത്തിൽ 39 വരെ പോയതാണ് കോവിഡ് സമയത്ത്. ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ തന്നെ പറയുന്നു, അക്കാര്യം സത്യസന്ധമായി പറഞ്ഞേക്കുന്നത്, അത്രയും കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. റവന്യൂ ഡെഫിസിറ്റ് നമ്മുടെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 33.6 എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ പറയുന്ന സ്റ്റാൻഡേർഡിനനുസരിച്ച് അത് കുറഞ്ഞു. അതുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് തന്നെ പറഞ്ഞു 5 സ്റ്റേറ്റുകൾ ഫിസിക്കൽ കൺസോളിഡേഷനിൽ മെച്ചപ്പെട്ടതിൽ ഒന്ന് കേരളമാണെന്ന്. അപ്പം ആ കടത്തിന്റെ കാര്യത്തിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ വന്നിട്ടില്ല. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ ഒരു വർഷം റവന്യൂ ഡെഫിസിറ്റ് 5.31 ആയിരുന്നു കോവിഡ് സമയത്ത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ GSDPയുടെ 5.31 കടമെടുത്തിടത്തു നിന്നാണ് താഴോട്ട് വന്നിട്ട് ഇപ്പോൾ 3.16 വരെ വന്നിരുന്നു. ഈ കടത്തിന്റെ കാര്യത്തിനകത്ത് കുറവ് വന്നപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ്, തെറ്റായ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലെന്നാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞൊരു ഹെഡ് കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഞങ്ങൾ ബഡ്ജറ്റിൽ കൊണ്ടുവരുന്നത്. അതെന്താ വെച്ചാൽ കിഫ്ബി അടക്കമുള്ള സ്ഥാപനങ്ങൾ പ്ലാനിലെ ചില കാര്യങ്ങൾ, നോൺ പ്ലാനിലെ ചില സാധനങ്ങൾ, ഉദാഹരണത്തിന് പഞ്ചായത്തിന് അതെല്ലാം എടുക്കാൻ പറ്റിയിട്ടില്ല. പഞ്ചായത്തിന് നമ്മൾ കൊടുക്കുന്ന 10,000 കോടിയിൽ റോഡ് പണിയുന്നതും ബിൽഡിംഗ് പണിയുന്നതും 3,000 കാണും. നിലവിലെ കണക്കനുസരിച്ച് അത് റവന്യൂ എക്സ്പെൻഡിച്ചറാണ്. എഫക്റ്റീവ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞിട്ട് അത്തരം കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഞങ്ങൾ 2022-23 21,635 കോടിയാണ് സ്പെൻഡ് ചെയ്തത്. 26-27 30,969 കോടി ആണ് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വന്നിട്ടുണ്ട്. ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ചെയ്യാത്തൊരു സ്റ്റേറ്റ് ആണെങ്കിൽ വിഴിഞ്ഞം പോർട്ട്, കേന്ദ്രത്തിൽ നിന്നൊരു പണമില്ല, ഇവിടുന്ന് ഒരു പണമില്ല. വിഴിഞ്ഞം പോർട്ട് ഞാൻ അഭിമാനത്തോട് പറയുന്നു, ധനകാര്യമന്ത്രി എന്ന നിലയിൽ 5 വർഷക്കാലത്തിലെ ഏറ്റവും വലിയ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിഴിഞ്ഞത്തിന് വേണ്ടിയിട്ട് ആ വിഴിഞ്ഞം സ്വന്തം നിലയിൽ കേരള സംസ്ഥാനത്തിന് അതിൻ്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കാൻ കഴിഞ്ഞതാണ് വിഴിഞ്ഞം. ഇപ്പം കേന്ദ്രമന്ത്രിയെ കാണാൻ പോയപ്പോൾ ബഹുമാനപ്പെട്ട നമ്മുടെ കേരള ഡെലിഗേഷൻ, നമ്മുടെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പോയപ്പോൾ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു ആവശ്യം എന്താ? നാഷണൽ ഹൈവേക്ക് നമ്മൾ കൊടുത്ത 5,800 കോടി നമ്മുടെ ബോറോയിങ് ആയി അഡീഷണൽ തരണമെന്നല്ലേ? ഈ നാഷണൽ ഹൈവേക്ക് പണം കൊടുത്തത് 5,800 കോടി നമ്മളാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.